ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പൊതുവെ കൗൺസിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് സ്കൂൾ കൗൺസിലേഴ്സ് ആയിട്ടുള്ളവർ പറയുന്ന ഒരു മെയിൻ പരാതിയാണ് കുട്ടികൾ അവരോട് പറയാറുണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, അവർക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അവർ സ്റ്റക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ വീട്ടിൽ പറയാൻ പറ്റാറില്ല എന്നുള്ളത്. ഇനി രക്ഷിതാവിന്റെ കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ രക്ഷിതാക്കളും ഇതേപോലെ പരാതി പറയാറുണ്ട്. കുട്ടികളുടെ അവരുടെ പ്രശ്നങ്ങളൊന്നും തന്നോട് പറയുന്നില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ കുട്ടികൾ പറയാതിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണ്ടേ അതിനുള്ള കാരണം എന്താന്നുള്ളത്. ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ അമ്മമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളെ മക്കളോട് സംസാരിക്കലുണ്ടോ, മക്കൾ നിങ്ങളോട് സംസാരിക്കലുണ്ടോ, സ്കൂളൊക്കെ വിട്ട് വന്നാൽ അല്ലെങ്കിൽ കോളേജൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവരവരുടെ ലൈഫിൽ നടന്ന ആ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യലുണ്ടോ എന്നുള്ളത്. അപ്പൊ മിക്ക പാരന്റ്സും പറയാറുണ്ട് ചില കുട്ടികൾ ഷെയർ ചെയ്യും, ചില ആൾക്കാർ ഷെയർ ചെയ്യൂല. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് ആ ഒരു വ്യത്യാസം വരാനുള്ള കാരണം എന്താന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഉമ്മയും ഉപ്പയും മക്കളും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാറുണ്ടോ? ഒരു ദിവസം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. ഉമ്മമാര് മക്കളോട് സംസാരിക്കുന്നുണ്ടാവും, ഉപ്പമാര് മക്കളോട് സംസാരിക്കുന്നുണ്ടാവും, ഉമ്മയും ഉപ്പയും പരസ്പരം സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ എല്ലാവരും കൂടി ഇരുന്നിട്ട് സംസാരിക്കുന്ന ഒരു സമയം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓരോരുത്തരും അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഷെയർ ചെയ്യാം. ആ ഒരു ദിവസം എന്തൊക്കെ നടന്നു, ജോലി സ്ഥലത്ത് എന്തൊക്കെ ഉണ്ടായി, സ്കൂളിൽ എന്തൊക്കെ ഉണ്ടായി, കോളേജിൽ എന്തൊക്കെ ഉണ്ടായി, വീട്ടിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാം. ഒപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും കൂടി ഡിസ്കസ് ചെയ്യാം. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ലഹരി ഉപയോഗവും, ഫോൺ അഡിക്ഷൻ, പിന്നെ സ്കൂളുകളിൽ ഉണ്ടാവുന്ന അക്രമങ്ങൾ, അങ്ങനെ ഒരുപാട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വേദി കൂടി ആയിട്ട് നമ്മൾ ആ ഒരു സമയത്ത് മാറ്റണം. പക്ഷേ ഒരിക്കലും അത് നമ്മൾ മക്കളെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ ചോദ്യം ചെയ്യുന്ന ഒരു സമയം ആവരുത്. അവരുടെ അഭിപ്രായങ്ങളും നമ്മൾ ചോദിച്ചിട്ട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളും അവർക്ക് അതിൽ എന്താണ് പറയാനുള്ളത്, അവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാ എന്നുള്ളത് നമ്മൾ ചോദിക്കണം. പൊതുവെ എല്ലാ പാരന്റ്സും ഭയങ്കര അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്റെ പ്രശ്നങ്ങളും എന്റെ അനുഭവങ്ങളും എന്റെ കഷ്ടപ്പാടുകളും ഒന്നും അറിയിക്കാതെയാണ് ഞാൻ എന്റെ മക്കളെ വളർത്തിയതെന്ന്. പ്രത്യേകിച്ച് ഇപ്പൊ അബ്രോഡൊക്കെ നിൽക്കുന്ന പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ പറയുന്ന ഒരു മെയിൻ കാര്യമാണത്. ഭയങ്കര അഭിമാനത്തോടെയാണ് അവരിത് പറയാറുള്ളത്. പക്ഷേ ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് വൈ? എന്തിനാണ് നമ്മൾ നമ്മുടെ കഷ്ടപ്പാടുകൾ മറച്ചു വെച്ചിട്ട് മക്കളെ വളർത്തുന്നത്? നമ്മുടെ വീട്ടിലെ സാഹചര്യം എന്താണ്, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യം എന്താണ്, ഉമ്മയും ഉപ്പയും എങ്ങനെയാണ് മക്കളെ വളർത്തുന്നത്, മക്കൾക്കുള്ള കാര്യങ്ങൾക്ക് ചെയ്യാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉമ്മാക്കുപ്പാക്കും എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണ്ടേ? അവർക്കത് സ്വയം തോന്നണം എന്നുള്ളതൊരു വേറൊരു വിഷയം. പക്ഷേ ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അത് മക്കൾക്ക് കൺവേ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ഇപ്പം അബ്രോഡിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫാമിലിയിൽ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു കഷ്ടപ്പാട് തന്നെയാണ്. അപ്പം അവരവിടെ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാ ജീവിക്കുന്നത് എന്നുള്ള ഒരു ബേസിക് ഐഡിയ എങ്കിലും മക്കൾക്ക് ഉണ്ടാവണം. ഇങ്ങനെ വീട്ടിലെ സാഹചര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവുക എന്ന് പറയുന്നത് മക്കളുടെ അവകാശമാണ്, ഉത്തരവാദിത്വമാണ്. അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് പാരന്റ്സിന്റെ ഉത്തരവാദിത്വമാണ്. മക്കൾക്ക് വലിയ പൈസന്റെ ഫോണൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ പൈസന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ ഇതിനുള്ള പൈസ എവിടുന്ന എന്റെ ഉമ്മാക്കുപ്പാക്കും കിട്ടിയത് എന്നുള്ള ഒരു ഐഡിയ മക്കൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാലേ പിന്നെ അക്കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ മോശമായ സാഹചര്യത്തിൽ അവർ അകപ്പെടുമ്പോൾ, ഫോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രശ്നത്തിൽ അവർ അകപ്പെടുമ്പോൾ അതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യാൻ അവർക്ക് തോന്നുള്ളൂ. അങ്ങനെ അവരെ ബോധവൽക്കരിക്കാനുള്ള ഒരു മെയിൻ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നത്. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യണം. കട ഉണ്ടോ, കട എങ്ങനെയാണ് വീട്ടുന്നത്, ആരാണ് എന്തൊക്കെ ഇവിടെ ചെയ്യുന്നത്, ഇവിടുത്തെ ഡിസിഷൻസ് ആരൊക്കെയാണ് എടുക്കുന്നത്, സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഉപ്പ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഉമ്മ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അവർക്ക് എത്ര ശമ്പളമാണ് കിട്ടുന്നത് എന്നുള്ള ഒരു ഐഡിയ ആ ഒരു സമയത്ത് നമ്മൾ ഡിസ്കഷനിൽ കൊണ്ടുവരണം. ഒരു ദിവസം ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചാല് നമ്മുടെ മക്കള് അവര് ഒരു മോശമായ പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്ന പോലെ വഴി തെറ്റി പോവാന്നുള്ള ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ അവർക്ക് അതിൽ നിന്നും ബാക്ക് ഔട്ട് ചെയ്യാനും, ഞാൻ ഈ ചെയ്യുന്നത് ഒരു പ്രശ്നമാണ്, ഇത് ഞാൻ ചെയ്താൽ എന്റെ വീട്ടിലുള്ള ആൾക്കാർ അനുഭവിക്കും, എന്നെ ഇങ്ങനെയല്ല എന്റെ പാരന്റ്സ് വളർത്തിയത് എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരുള്ളൂ. അത് ഉണ്ടാക്കി കൊടുക്കാൻ മുൻകൈ എടുക്കേണ്ടതും പാരന്റ്സ് ആണ്. അപ്പോ നിങ്ങളുടെ വീട്ടില് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ഇന്നു മുതൽ തന്നെ ഉമ്മയും ഉപ്പയും മക്കളും എല്ലാവരും കൂടി ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് എങ്കിലും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണം.